വുഡ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നല്ല അറ്റൻഷൻ കൊടുത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു മാറ്ററാണ്. ഇപ്പം വീടിനകത്ത് മെയിൻ്റനൻസിന്റെ പാർട്ടായിട്ട് നമ്മൾ പല കാര്യങ്ങളും മാറി വെക്കാറുണ്ട്. നേരെ മറിച്ച് ഒരു വിൻഡോയുടെ ഫ്രെയിമോ ഒരു ഡോറിന്റെ ഫ്രെയിമോ ഒക്കെ മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളിത് പുറത്തുനിന്ന് കൊണ്ടുവന്ന് വെക്കുന്ന സാധനമാണ്. ബാക്കിയുള്ള ഐറ്റംസ് പോലെ തന്നെ ഇതും ആഡ് ചെയ്ത് വെക്കുന്നതാണ്. പക്ഷേ ഇത് മാറ്റി വെക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് താമസിക്കുന്ന ഒരു വീടിനെ സംബന്ധിച്ച്. അപ്പോൾ ഇത് വളരെ നന്നായിട്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത് നമ്മൾ റെഡിമെയ്ഡായിട്ട് ഇത് മേടിക്കുന്നത് നന്നായിട്ട് വുഡുകൾ നമ്മൾ വുഡ് എടുക്കുന്ന സമയത്ത് 60 ഇഞ്ച് ഒക്കെ പുറത്തോട്ട് വലിപ്പമുള്ള വുഡുകൾ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അത് അത്രയും നാളത്തെ ഒരു കാലപ്പഴക്കം, ഒരു കാതൽ അല്ലെങ്കിൽ ഒരു പഴക്കം അതിനുണ്ട് എന്നുള്ളതാണ് അത്രയും ആ സൈസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഉണങ്ങാനുള്ള സമയം കൊടുക്കണം. ഈ ഉണങ്ങാതെ വെക്കുന്ന തടികളാണെങ്കിൽ വളയുന്നു, പിന്നീട് ഇഷ്യൂസ് ഒക്കെ പിന്നെ വരുന്നത്. അപ്പം അത് ഉണങ്ങാനുള്ള ഒരു ക്യൂറിംഗ് പീരീഡ് നമ്മൾ കൊടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഈ വുഡുകൾ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്തും വുഡിൻ്റെ സ്ക്രൂ തന്നെയാണ് കൊടുക്കേണ്ടത്. ക്ലൈമറ്റിനെ ബേസ് ചെയ്തൊക്കെ ഇതിന് എക്സ്പാൻഷൻ സംഭവിക്കും. അങ്ങനെ അതിനെ അലോ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്ക്രൂ ഒക്കെയാണ്. അത് വുഡിൻ്റെ സ്ക്രൂ അല്ലെങ്കിൽ വുഡിൻ്റെ ലോക്കൊക്കെ തന്നെയാണ് ഇതിന് കൊടുക്കുന്നത്. വുഡിൻ്റെ ലോക്കൊക്കെ ഇപ്പം പ്രാക്ടിക്കലാണെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ ഇത് വോളിലേക്ക് വെക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ക്ലാമ്പുകൾ വെച്ചിട്ടാണ്, ക്ലാമ്പുകൾ വെച്ചിട്ടാണ് നമ്മൾ വോളിലേക്ക് ഇത് പ്ലേസ് ചെയ്യുന്നത്. അപ്പം അവിടെയും നമ്മൾ ഈ പറഞ്ഞ ഹാമറിന് ഈ സ്ക്രൂകൾ ഭിത്തിയിലേക്ക് ഇൻസെർട്ട് ചെയ്യരുത്. അത് അവിടെ സ്ക്രൂ ചെയ്ത് തന്നെ കാരണം ഇതിന് ആ ഒരു എക്സ്പാൻഷൻ ഉള്ള ഒരു ഇത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ വേണം ഇത് നമ്മൾ ചെയ്യാൻ. അല്ലെങ്കിൽ അതാണ് ഈ ചൂട് സമയത്തും തണുപ്പ് സമയങ്ങളിലൊക്കെ ഇത് അടയാനും തുറക്കാനൊക്കെ ഉള്ള പല ബുദ്ധിമുട്ടുകൾ, തടി ഉണങ്ങാതെ വരുന്നതിൻ്റെ പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പം